ഹായ് ഫ്രണ്ട്സ്, കേരള നിഫ്റ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റായിട്ട് വരാൻ പോകുന്ന IPOസിനെ കുറിച്ചിട്ടാണ്. നമ്മളോടൊപ്പം ഈ ഒരു ടോപ്പിക്കിൽ നമ്മോടൊപ്പം എന്നുള്ളത് നമ്മുടെ സോബിഷ് ബ്രോയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എങ്ങനെയുണ്ട് ബ്രോ ഈ IPOസിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രോ പോലെ എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യം IPOയുടെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് എനിക്ക് ആകെ ഫസ്റ്റ് ടൈം കിട്ടിയത് ഒരു പേടിഎമ്മിൻ്റെ IPO ആണ്. കുറേ നാൾക്ക് ശേഷം നമ്മൾ ആഗ്രഹിച്ച് ചെയ്ത IPO ആയിരുന്നു പേടിഎമ്മിൻ്റെ. അത് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടി. ലിസ്റ്റിംഗ് ഡേ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോസിലേക്ക് വന്ന ഒരു സംഭവമാണ്. പിന്നെ അതിനുശേഷം ലാസ്റ്റ് ഞാൻ വീണ്ടും ട്രൈ ചെയ്തത് ഈ അടുത്തുണ്ടായിരുന്ന ടാറ്റ ടെക്നോളജീസിൻ്റെ IPO ആയിരുന്നു. അത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കൂടുതലായിരുന്നു, പക്ഷേ നമുക്കത് കിട്ടിയില്ല. അത് എന്തോ 450 പ്രൈസ് റേഞ്ച് ആയിരുന്നു, പക്ഷെ അത് ഓപ്പണിംഗ് തന്നെ ഏകദേശം 1100 അടുത്ത് വന്നു. ഓപ്പണിംഗ് തന്നെ വന്നു. IPOസിൽ ഒത്തിരി ചാൻസസ് ഉണ്ട്. അത് നമുക്ക് മിക്കതും കിട്ടാൻ ചാൻസസ് കുറവായിരിക്കും, ലോട്ട് സൈസും ഇതെല്ലാം അനുസരിച്ച്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു IPOൻ്റെ ഒരു ഇത്. ഞാൻ 1-2-3 ഇതിലൊക്കെയാണ് ചെയ്തിട്ടുള്ളൂ. SBIയുടെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഈ പേടിഎമ്മിന്റെ കേസ് പറഞ്ഞപ്പോൾ ഇപ്പോൾ പേടിഎമ്മിന്റെ അറിയാമല്ലോ, റിസർവ് ബാങ്കിന്റെ ബാനും എല്ലാം വന്ന് ആകെ പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ IPOയിൽ ചെയ്യുമ്പോൾ കമ്പനീസ് സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? തീർച്ചയായിട്ടും. കമ്പനികൾ എപ്പോഴും നല്ല അതിനെക്കുറിച്ച് ടാറ്റയുടെ കുറേ നാൾക്ക് ശേഷം വന്നൊരു IPO ആയതുകൊണ്ട് തന്നെ നല്ല ഒരു സബ്സ്ക്രിപ്ഷൻ വന്നു അതിനകത്ത്. അതുകൊണ്ട് റിട്ടേൺ എന്ന് പറയുന്നത് 450 ഓപ്പണിംഗ് ആയത് തന്നെ 1100-1200 ട്രേഡിങ് വന്നത് തന്നെ. അപ്പോൾ അത് കമ്പനീസിന് വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അവർ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യണം. മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ സെക്ടറിലാണ് അവർക്ക് ഇത് വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്തിട്ടായിരിക്കണം. പക്ഷേ ആ ഓപ്പണിംഗ് ഡേ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഡേ തന്നെ മാർക്കറ്റ് ചിലപ്പോൾ നല്ല കമ്പനികളായിരിക്കും, ചിലപ്പോൾ ഓപ്പണിംഗ് ഡേ തന്നെ മാർക്കറ്റ് കണ്ടീഷൻ മോശമായതുകൊണ്ട് താഴത്തേക്ക് പോകാൻ, ലിസ്റ്റ് ചെയ്ത് പോകാനും നെഗറ്റിവിറ്റി വന്ന് പോകാനും ചാൻസസ് ഉള്ളതാണ്. ഈ വരുന്ന അപ്കമിങ് IPOയിൽ ഞാൻ കുറെ കമ്പനികൾ ഇങ്ങനെ വാച്ചിങ് ലിസ്റ്റിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് NSEയുടെ ലിസ്റ്റിംഗ് ആണ്. അത് എക്സ്പെക്റ്റഡ് ആണ് അല്ലേ? NSEയുടെ എന്തുകൊണ്ടാണ് അവർ IPO ഇറക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് നോക്കി കാണുന്നത്. ഇപ്പൊ അനൗൺസ്ഡ് അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് കമ്പനീസ് ഉണ്ടല്ലോ. ഓലയുടെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അവർ ഇലക്ട്രിക്കിലേക്ക് വരുന്നു, അവരുടെ കാറ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നു. അതുപോലെ അത്രയും കാര്യങ്ങൾ ഓലയുടെ എന്തായാലും വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ബോട്ടിന്റെ അത്രയും കാര്യങ്ങളാണ് ഇത് തന്നെ. പിന്നെ നമുക്ക് ഈ സ്വിഗ്ഗിയുടെ കേസ് ഇപ്പൊ സൊമാറ്റോടെ അറിയാമല്ലോ, ലിസ്റ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വില കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ സ്വിഗ്ഗിയും എങ്ങനെ നോക്കി കാണുന്നത്? അതുപോലെ തന്നെ കുറയുമോ അതോ? സ്വിഗ്ഗി കോമ്പറ്റീഷൻ്റെ അനുസരിച്ച് ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളും ടഫാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ പുതിയ പുതിയ ഓഫറുകളും കാര്യങ്ങളും ഇറക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വാച്ച് ചെയ്യേണ്ടത്. എത്രത്തോളം ഇതാവുമെന്നുള്ളത് അറിയില്ല. പിന്നെ ഇപ്പോൾ പേടിഎം ഒക്കെ വന്നു, പേടിഎമ്മിന് ബാനൊക്കെ കിട്ടിയ സമയത്ത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ മൊബിവിക്ക് പോലത്തെ ആപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊബിവിക്കുകാരും ഉടനെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതും പേടിഎമ്മിനൊരു കോമ്പറ്റീറ്റർ ആയിരിക്കും. പേടിഎമ്മിന്റെ ഇപ്പൊ തന്നെ ഗൂഗിളിന്റെ ഇതും വന്നിട്ടുണ്ട്. അവരും കൂടി മറ്റേ ബോക്സ് പോലത്തെ സൗണ്ടിങ് ബോക്സ് ഒക്കെ ഇറക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് NSEയുടെ ലിസ്റ്റിംഗ് ആണ്. NSE അത് എന്തായിരിക്കും ഒരു ലിസ്റ്റിംഗിന് വന്നേക്കുന്നുള്ളതാണ് ഒരു ഇത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കോലൊക്കേഷനോ അങ്ങനെ കുറേ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിരിക്കണം. അതായത് പണ്ടുണ്ടായിരുന്ന എക്സ്ചേഞ്ചുകളൊക്കെ പൂട്ടിപ്പോയല്ലോ, കുറെ കൊച്ചിൻ എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൊൽക്കത്ത എക്സ്ചേഞ്ച്, അങ്ങനെ എല്ലാം ഇത് പോയി. വീണ്ടും ഒരു ഇതൊക്കെ വന്ന് വീണ്ടും എല്ലാ കോലൊക്കേഷനിലും വരാനുള്ള ഒരു പ്ലാനിങ് എന്തെങ്കിലും ആയിരിക്കും. അവരുടെ ടെക്നോളജി വൈസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ലിസ്റ്റിംഗ് ആയിരിക്കാം. തീർച്ചയായിട്ടും. പിന്നെ കേരളത്തിൽ നിന്ന് ഒരു ലിസ്റ്റിംഗ് വരാൻ പോകുന്നുണ്ട്. അത് ജോയാലുക്കാസിന്റെ ആണ്. നമുക്കിപ്പോ കല്യാണിന്റെ ഉണ്ടായിരുന്നല്ലോ, കല്യാണിന്റെ ഒരു 90 റുപ്പീസിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് തോന്നുന്നു. ഇപ്പോൾ നല്ല ഗ്രോത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഒരു ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളോടും നമുക്ക് ഡെപ്ത് പഠിക്കാൻ പറ്റിയൊരു സബ്ജക്റ്റാണ് ജോയാലുക്കാസ്. കേരളത്തിനെ സംബന്ധിച്ച് അവിടെ ഷോറൂമുകൾ, അങ്ങനെ ഫ്രാഞ്ചൈസീസ് ഒത്തിരി ജോയാലുക്കാസ് ഉണ്ട്. അപ്പോൾ ഏത് ജോയാലുക്കാസ് ആണെന്നുള്ളത് കറക്റ്റായിട്ടൊക്കെ മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇ കൊമേഴ്സ് സെക്ടറിൽ സ്നാപ്ഡീൽ വരുന്നുണ്ട്. സ്നാപ്ഡീലിന്റെ ഒരു ലിസ്റ്റിംഗ് ഉണ്ട്, നല്ല നോക്കി കാണുന്ന ഒരു ഇതാണ്. പിന്നെ മറ്റേ കുട്ടികളുടെ സെഗ്മെന്റ് വരുന്നുണ്ട്. അവരൊക്കെ ഇൻകം നല്ല നല്ല ഗ്രോത്ത് ഉള്ള ബിസിനസ്സാണ്. അതൊക്കെ നല്ല ഫസ്റ്റ് സ്ട്രൈക്കാണെങ്കിൽ എല്ലാം ഇപ്പോൾ കേരളത്തിലാണ് തന്നെ ജസ്റ്റ് നോക്കിയെങ്കിൽ തന്നെ അറിയാം. ഒട്ടുമിക്ക ഹോസ്പിറ്റലിന്റെ അടുത്തൊക്കെ നല്ല ഷോപ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓയോ ഹോട്ടൽസും വരുന്നുണ്ട്. അതെ അതെ, ഹോട്ടൽസിന്റെ ലിസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കറന്റ് ഈ വീക്കിലും നെക്സ്റ്റ് വീക്കിലുമായിട്ട് നടക്കാൻ പോകുന്ന മെയിൻ IPOs ഈ ഒരു 4 കമ്പനീസ് ആണ് നമ്മൾ അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ഈ മുക്ക പ്രോട്ടീൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, ഭാരതൈവ ഇൻവിറ്റ് എന്നുള്ളതും, പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് ലിമിറ്റഡും, എക്സിക്കോം ടെലിസിസ്റ്റം ലിമിറ്റഡുമാണ്. അത് ഓരോന്നും സെഗ്മെന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ IPO ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു ഡേറ്റ് ആണ്.
അതിൽ ഈ മുക്ക പ്രോട്ടീൻ ലിമിറ്റഡിന്റെ പ്രൈസ് റേഞ്ച് 26 to 28 ആണ്. ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി, മിനിമം ക്വാണ്ടിറ്റി അവർ ഹയറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഭാരത് ഹൈവേസും അതുപോലെ തന്നെയാണ്. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ്, ക്വാണ്ടിറ്റിയും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, പിന്നെ പ്ലാറ്റിനം ഇൻഡസ്ട്രീസും അങ്ങനെ തന്നെ, എക്സിക്കോം ടെലിസിസ്റ്റം. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ കണ്ടതിൽ എനിക്ക് എക്സിക്കോം ആണ് ഇപ്പൊ അടുത്ത ലിസ്റ്റിംഗിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്തപ്പോൾ തോന്നിയ ഒരു ഇത് എക്സിക്കോമിന്റെ ആണ് എനിക്ക് കുറച്ചും കൂടി ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് ഭാരത് ഹൈവേസിന്റെ ആണെങ്കിലും കുറെ ഡീഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തപ്പോൾ തോന്നി. നമുക്ക് എന്തായാലും നോക്കാം, ഒരു സെക്ഷനായിട്ട് നോക്കാം. ഇവര് മുക്ക പ്രോട്ടീൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, അവർ ഈ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിഷ് പ്രോട്ടീൻ പ്രൊഡക്റ്റ്, ഫിഷ് ഓയില്, അങ്ങനത്തെ ഫിഷ് റിലേറ്റഡ് ആയിട്ടും പോൾട്രി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലേക്കാണ്. മ്യാൻമാർ, ഫിലിപ്പീൻസ്, ചൈന, സൗദി അറേബ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ആ കമ്പനിയുടെ ഒരു ഓപ്പറേഷൻ പറയുന്നത്. പിന്നെ അവർക്ക് 4 മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇന്ത്യയിലും 2 ഒമാനിലുമായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്നതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എന്തെങ്കിലും ഇഷ്യൂ വന്നാലും ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് അവർ പ്രൊഡക്ഷൻ കൊണ്ടുപോയി മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അതൊക്കെ ആയിട്ടൊരു നല്ല കമ്പനി ആയിട്ടാണ് നമുക്കത് തോന്നിയത്. പിന്നെ അതിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് 2 ഫിനാൻഷ്യൽ ഇയറിന്റെ ആണ് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പൊ അതില് ഈ പറയുന്ന പോലെ പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ ഇയർലി അവർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ 2021-നെക്കാളും ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. 22-ല് നല്ല രീതിയിൽ EPS-ഉം കൂടിയിട്ടുണ്ട്. എബിഡിയയും കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തൊരു റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പോർട്ടിങ്ങിന്റെ ലൈസൻസും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. റിജക്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിംഗ് ആകുമ്പോൾ. ഈ പ്രോട്ടീൻ ഫുഡ്സ് ഒക്കെ ആകുമ്പോൾ അത് എക്സ്പോർട്ട് ചെയ്ത് അവിടെ എത്തുമ്പോൾ വരുന്ന റിജക്ഷൻ ആണ്. അപ്പൊ അതിന്റെ കംപ്ലൈന്റ്സ് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ക്യാഷ് ഫ്ലോയുടെ കാര്യത്തിലും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള ഇതിപ്പോ നമുക്ക് അറിയാലോ, അവർക്ക് 4 ഇന്ത്യയിൽ തന്നെയാണ്. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ആ ഇഷ്യൂസിലാണ് പല കമ്പനികളിലും നേരിടുന്നത്. ഈ ഫുഡ് പ്രോസസ്സിങ് ചെയ്യുന്നതിന്റെ ഒക്കെ എല്ലാം ഇതിൽ വരുന്നത് ഇങ്ങനത്തെ ഇഷ്യൂസ് ആയിരിക്കും, ലോക്കൽ ഇഷ്യൂസ് ആയിരിക്കും കൂടുതൽ ഇവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതൊക്കെയാണ് ഇവരുടെ ഒരു കേസ്. നമുക്കപ്പോൾ അടുത്ത കമ്പനിയിലേക്ക് പോകാം. ഭാരത് ഹൈവേസ് ആണ്. അവരുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ഏറ്റവും ഒരു ഇതായിട്ട് പറയാനുള്ളത് ക്രിസിലിന്റെ റേറ്റിംഗ് ഇതായിരിക്കും, AAA റേറ്റിംഗ് കൊടുത്തേക്കുന്നതായിരിക്കും. അത് എനിക്ക് അതിനകത്ത് ഒരു ഇതുള്ളത്, കാരണം ഇവര് ആ ഒരു ഹൈവേ സെക്ടർ മാത്രമേ ഉള്ളൂ, മറ്റു ഫീൽഡിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇവർ അത്ര ഇതായിട്ട് എനിക്ക് അത് നോക്കിയപ്പോൾ ജസ്റ്റ് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇൻകം വരുന്നത് ആ ഒരു സെക്ടർ മാത്രമായിട്ട്. അതുപോലെ തന്നെ അവർ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇത് നോക്കുമ്പോൾ തന്നെ 2021 റവന്യൂന്ന് ഭയങ്കരമായിട്ട് താഴത്തേക്ക് വന്നേക്കുന്നത്. കാരണം 2022 1600 CR അടുത്തേക്ക് ഭയങ്കര 2100 ഭയങ്കര ഒരു ഡൗണാണ് വന്നേക്കുന്നത്. പിന്നെ അവര് സ്റ്റഡി ആയിട്ടില്ല എന്ന് നമുക്ക് നോക്കി പറയാം. പക്ഷെ ലാസ്റ്റ് ഇതിൽ കുറച്ച് പ്രോഫിറ്റ് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ NHAI നാഷണൽ ഹൈവേ അതോറിറ്റി എന്നാണല്ലോ ഇവരുടെ ഫണ്ട്. അതാ ഞാൻ ഫസ്റ്റ് തന്നെ അവർക്ക് ആ ഒരു സെക്ഷൻ മാത്രം അവർ ഇമ്പോർട്ടന്റ് ചെയ്തില്ല. ക്രിസിലിന്റെ റിപ്പോർട്ട് ഉണ്ട്, ഓക്കെ, AAA റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ആനുവൽ റിപ്പോർട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ പുതിയ പുതിയ വർക്കുകളൊന്നും അവർക്ക് വരുന്നില്ല, കുറച്ച് സ്റ്റേറ്റുകളിൽ മാത്രമായിട്ട് അവർ ഒതുങ്ങി നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് ആ പ്ലാറ്റിനം ഇൻഡസ്ട്രീസിന്റെ കാര്യം, ഇവർ ഈ പറഞ്ഞ പോലെ PVC സ്റ്റെബിലൈസേഴ്സ്, PVCയുടെ പൈപ്പുകൾ, ഫിറ്റിങ്സ്, അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇവർക്ക് ഈ പറഞ്ഞ കമ്പനികൾക്കൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത്. അപ്പൊ ഇവര് ക്രിസിൽ റിപ്പോർട്ട് ഇവരുടെ അത്യാവശ്യം ബെറ്റർ റിപ്പോർട്ടാണ് ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരൊറ്റ മാനുഫാക്ചറിങ് യൂണിറ്റേ ഉള്ളൂ മഹാരാഷ്ട്രയിൽ. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ വരും, കാരണം അവിടെ എന്തെങ്കിലും ലോക്കലൈസ്ഡ് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷനെ അത് ബാധിക്കും. പിന്നെ ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ഇവരുടെ കസ്റ്റമേഴ്സിൽ 5 പേരാണ് ഇവരുടെ ടോട്ടൽ റവന്യൂന്റെ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസിന്റെ 80% ഹാൻഡിൽ ചെയ്യുന്നത്. ഈ 5 പേരെ സംബന്ധിച്ച് അവരുടെ ഒരു ലോങ് ടൈം എഗ്രിമെന്റ് ഒന്നും ഇല്ല. മറിച്ച് ഇവരുടെ ഡേറ്റ ഒക്കെ ബെറ്റർ ആണെങ്കിൽ പോലും ഈ ഒരു ഇഷ്യൂ ഉണ്ട്, ഒരൊറ്റ മാനുഫാക്ചറിങ് യൂണിറ്റേ ഉള്ളൂ. പക്ഷെ ഗ്രോത്ത് ഉണ്ട് കേട്ടോ, ഗ്രോത്ത് ഉള്ളൊരു കമ്പനിയാണ് അത്. കുറച്ച് നമുക്ക് നോക്കുമ്പോൾ അസറ്റ്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നല്ല ഇതിൽ വന്നിട്ടുണ്ട്, റവന്യൂ നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ലാസ്റ്റ് 2023 ലാസ്റ്റ് വന്നേക്കുന്നത് അത്ര നല്ലൊരു ഡാറ്റ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ അതെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ അപ്കമിങ്ങിൽ അടുത്ത ദിവസങ്ങൾ വരാൻ പോകുന്ന IPO കൂടുതലായിട്ട് എനിക്ക് തോന്നിയൊരു എച്ചികോമിന്റെ ഒരു ലിസ്റ്റിംഗ് ആണ്. ആ ഒരു ലിസ്റ്റിംഗ് വളരെ EV ചാർജിങ് സ്റ്റേഷൻ സൊല്യൂഷൻ ആണ്. അതായത് ഇപ്പോൾ എല്ലാം നമുക്കിപ്പോൾ ഒരു ആഡ് നമ്മൾ നോക്കി കഴിയുമ്പോൾ തന്നെ കുറെ ഫ്രാഞ്ചൈസീസുകൾ വന്നെ ഫ്രാഞ്ചൈസി EV ചാർജിങ്ങിന്റെ ഫ്രാഞ്ചൈസി, അതൊന്നും ഓതറൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇവരൊക്കെ അങ്ങനത്തെ കമ്പനികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു ഇത് ജനറേഷൻ എന്ന് പറയുന്നത് വണ്ടികൾ എന്തായാലും ഈ ഇലക്ട്രിക്കിലേക്ക് കുറെ ചേഞ്ചസ് കുറെ ഇവര് അങ്ങനത്തെ ഫ്രാഞ്ചൈസികളെ സപ്പോർട്ട് ചെയ്യണമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറെ വരാനുള്ള സാധ്യതകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അത്രയും ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്, ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ വൈഡായിട്ട് തന്നെ ഉണ്ട്. അത് ഇവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്, അതാണ് എനിക്ക് ഇതിന്റെ ഒരു ഇതില് എച്ചികോമിന്റെ ഇതിനോടൊരു ഇൻട്രസ്റ്റ്. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ബാറ്ററീസും കാര്യങ്ങളും അത്തരം സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിലും EV ഇൻഡസ്ട്രിയിലാണെങ്കിലും നല്ല റോൾ ഉണ്ട്. പിന്നെ ഇവരാണ് EV ഇൻഡസ്ട്രിയിൽ ഇത്തരം ഒരു സെഗ്മെന്റിൽ ഫസ്റ്റിലെ വന്ന, ഇന്ത്യയിൽ ആദ്യം വന്നൊരു. അവർക്ക് പുറത്താണ് ഏറ്റവും കൂടുതൽ. ഇന്തോനേഷ്യയിലൊക്കെ ഇവരുടെ ഇത് വെച്ചിട്ടാണ് ഓരോ കമ്പനികളും സബ് എടുത്തിട്ട് ചെയ്യുന്നത്. ഇവരുടെ ഈ എക്യുപ്മെന്റ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവര്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജും ഇവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവരുടെ ഫിനാൻഷ്യൽ ഡേറ്റയും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പോണൻസ്, റോ മെറ്റീരിയൽസ് പലതും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഇപ്പോ ഇതിന്റെ ഇന്റേണൽ ചിപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും തടസ്സമൊക്കെ നേരിടും. ഇപ്പൊ ഇന്നാളെ തന്നെ നമുക്കറിയാം കൊറോണ ടൈമിൽ ചിപ്പിന്റെ ഇഷ്യൂ വന്നിട്ട് ചൈനയിൽ നിന്ന് ചിപ്പില്ലാതെ ഈവൻ കാറിന്റെ പ്രൊഡക്ഷൻ ബാധിച്ചിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇവരെയും എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവര് കാലത്തിനനുസരിച്ചുള്ള ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ പിന്നിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതും നമ്മൾ കൺസിഡർ ചെയ്യണം ഇത്തരം ഒരു സാധനം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മേജറായിട്ട് പറയാനുള്ളത് IPOസിന്റെ. IPO നമുക്ക് നല്ല IPOയിലൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്കത് കിട്ടാണ്ട് പോകുമ്പോൾ നല്ലൊരു വിഷമം. ടാറ്റയുടെ ടെക്നോളജീൻ്റെ ഒക്കെ നമുക്ക് അത്ര റിട്ടേൺ വന്നു എന്ന് പറയുമ്പോൾ നമ്മളത് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. എന്നാൽ ചില സമയത്ത് കിട്ടിയത് Paytm പോലത്തേക്ക് നമ്മുടെ കയ്യിലിരുന്ന് ഇപ്പോഴും അത് കയറുമെന്ന് വിചാരിച്ചിട്ട് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ IPO ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു IPO കമ്പനീൻ്റെ നല്ലൊരു ഇത് കൊണ്ടുകൊണ്ട് ലിസ്റ്റ് ചെയ്യണ ദിവസം മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റ്, മറ്റു മാർക്കറ്റൊക്കെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി എത്ര നല്ല കമ്പനി ആയാലും ആ ലിസ്റ്റിംഗ് ഡേയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ നെഗറ്റിവിറ്റി ഒരു 150 ഒക്കെ നിഫ്റ്റി ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം. അതുപോലെ തന്നെ IPO ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. IPO ലിസ്റ്റിങ്ങിൻ്റെ ഉണ്ട് നല്ല ക്വാണ്ടിറ്റിക്ക് എടുത്തിട്ട് സെല്ല് ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് സെല്ലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി പേര് അങ്ങനത്തെ നമുക്കറിയാവുന്ന ആ ടൈമിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ട്രേഡിംഗ് ഇൻട്രാഡേ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ IPOs എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ NSE ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാം. അനാലിസിസ് ഒക്കെ തീർച്ചയായിട്ടും ചെയ്യാമല്ലോ. തീർച്ചയായും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോൾ കേരള നിഫ്റ്റിയുടെ ഓഡിയൻസിനോട് പറയാനുള്ളത് നമ്മൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരികയാണ്. ഒരിടയ്ക്ക് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ കുറവായിരുന്നു. പക്ഷേ നമ്മൾ ഈ IPOs കേരള നിഫ്റ്റിയിലെ കുറച്ചുകൂടി വീഡിയോസ് ഒക്കെ അഗ്രസീവായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ ഫോറക്സിന്റെ വീഡിയോസും ചെയ്യുന്നുണ്ട് വേറൊരു ചാനൽ വഴി. അതിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കാം. ഫോറക്സിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ആ ചാനൽ ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിഫ്റ്റി ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ഈ ചാനൽ തന്നെ നമ്മൾ തുടരുക. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.